അവിടെയുള്ള ജീവനക്കാരിൽ പലരും ആശയപരമായിട്ട് ഞങ്ങളുമായി വിയോജിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കൊരു എതിർപ്പുണ്ടാക്കാം. പക്ഷേ ഈ ഭരണസമിതിയുടെ അഴിമതിരഹിത നിലപാടുകളും ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കഠിനാധ്വാനം ദിവസം 17-18 മണിക്കൂർ ജോലി ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നിലപാടും കണ്ടപ്പോഴേക്കും നല്ലൊരു ഭാഗം ജീവനക്കാരും ഞങ്ങളോടൊപ്പം ചേർത്ത് നിൽക്കുന്നുണ്ട്. രാത്രിയും പകലും കോർപ്പറേഷന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ഇടതുപക്ഷ ചിന്താഗതിക്കാരായ നിരവധി ജീവനക്കാർ പോലും തയ്യാറാകുന്നുണ്ട്. ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി 2 or 3 അല്ലെങ്കിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ പോലും സ്വീകരിക്കുന്നില്ല. ഞാൻ പറയട്ടെ അതുകൊണ്ട് തന്നെ ഓരോ അർത്ഥത്തിലും ഡീസ്റ്റെബിലൈസുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ കിട്ടുന്നതുകൊണ്ടും ജീവനക്കാർ ഉൾപ്പെടെ സഹകരിക്കുന്നതുകൊണ്ടും അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാമെന്നുള്ള ഒരു പരിശ്രമമാണ്. പക്ഷേ ഞങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നേരിടുകയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വാഴോട്ടുവണം കൗൺസിലർ സുഗതൻ്റെ വീട്ടിൽ കയറി വെടിവെച്ച കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയ കാര്യത്തിലും ശക്തമായ അന്വേഷണം നടത്തണം. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പോലീസ് പറയുന്ന അവിടെ 150ഓളം അനുയായികൾ ഉണ്ടായിരുന്നെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം ഒരു പോലീസ് ഓടി വന്ന് ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുന്ന ഒരാളിൻ്റെ ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടും അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഹാജരാക്കിയത് കൊണ്ടുമാണല്ലോ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പെറ്റീഷൻ ഫയൽ സ്വീകരിച്ച് ഇന്ന് ഓർഡറിന് വെച്ചിരിക്കുന്നത്. ഇന്ന് ഓർഡർ വെച്ചിരുന്നത് അല്ല, ഹൈക്കോടതി ഫയൽ സ്വീകരിച്ച് ഇന്ന് ഉത്തരവിന് വെച്ചേക്കുകയാണേ. ഇന്ന് ഉത്തരവിന് വച്ചിരിക്കുകയാണത്. ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? എനിക്ക് കിട്ടിയ വിശ്വസനീയമായ വിവരമനുസരിച്ച് അദ്ദേഹം 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, എന്നാൽ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വിശ്രമത്തിലും ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത ടൈമിൽ അദ്ദേഹം അപേക്ഷ ഫയൽ ചെയ്തിരുന്നു. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഫയൽ സ്വീകരിച്ചു. അതിൻ്റെ ഉത്തരവിന് വച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് അതിനനുകൂലമായ ഉത്തരവ് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഏതു സമയവും തിരിച്ചു പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആ തിരിച്ചുപോക്കിന് മുമ്പ് സുഗതനെ രാഷ്ട്രീയമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് വിപിനിന്റെ ക്രിമിനൽ മനസ്സ് വർക്ക് ചെയ്തത്. വിപിൻ ഏത് പക്ഷമായ വിപിൻ ഏത് മാനസികാവസ്ഥയുള്ള ആളെ അയാൾ ഒരു ക്രിമിനൽ മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യത്തിൽ ഉത്തമ വിശ്വാസത്തോടെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രകാരം ഒരു SIയെ ചുമരിലേക്ക് ചേർത്ത് നിർത്തുന്ന സുഗതന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇല്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും. ഞാൻ കണ്ട ദൃശ്യങ്ങൾ സുഗതൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്, സാർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങ് കണ്ട ദൃശ്യത്തിന്റെ മറുപടി എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കണ്ട ദൃശ്യങ്ങളനുസരിച്ച് സാർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, എനിക്ക് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുണ്ട് എന്ന് സുഗതൻ പറഞ്ഞാണ് ഞാൻ കേട്ടത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട DGPയോട് ഉൾപ്പെടെ ഈ വിപിൻ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, പോലീസ് സേനയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. ഈ വിപിനും വട്ടിയൂർക്കാവ് SIയും നിലവിലുള്ള വട്ടിയൂർക്കാവ് SI ഉണ്ട്. ഈ SIയും അഭിജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ അഭിജിത്തിനെയും വിപിനെയും കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് ഒബ്ജക്ഷനുള്ളൂ. 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അടച്ചാപേക്ഷിക്കുന്നത് അത് LDFിൻ്റെ ഭരണമുണ്ടായിരുന്നപ്പോഴേക്കും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ അക്രമം കാണിക്കുന്നു, അവിടുത്തെ സ്ഥിതി വഷളാക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഞാനിതുവരെ എല്ലാ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയാത്തതാണ്. കാരണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി അന്തരീക്ഷം ശാന്തമാവണമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ 11 മണിക്ക് ഞാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എൻ്റെ വാർഡിൽ, കൊടുങ്ങാനൂർ വാർഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് പാർട്ടി പ്രവർത്തകർ വിളിക്കുന്നത്. വട്ടിയൂർക്കാവ് CI വിപിനും ഈ അഭിജിത്തും കൂടി വാഴോട്ടുകോണത്ത് ബൂത്ത് ഭാഗത്ത് വന്നതിൻ്റെ സുഗതനോട്, സുഗതൻ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലാണ്, അദ്ദേഹത്തോട് ആ ബൂത്തിന് മുമ്പിൽ നിൽക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ നേരിട്ട് വാഴോട്ടുകോണത്തെത്തി. അവിടെ നിന്നുകൊണ്ട് കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറോട് ഇവിടെ നിന്ന് മാറിപ്പോടാ എന്നുള്ള വാക്കാണ് വിപിൻ ഉപയോഗിച്ചത്. വിപിനെ ഇവിടുന്ന് മാറ്റണം, വിപിൻ ഇവിടെ BJPക്ക് അനുകൂലമായ വോട്ടുകൾ ഇവിടെ വരരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. കന്റോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിപിനെ അവിടെ നിന്ന് മാറ്റി. 11:30 മണിക്ക് ശേഷം വിപിൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം വിപിൻ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിപിനെ മാറ്റിയത്. ഈ ചരിത്രമൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഇത്രയും ചരിത്രം പേറുന്ന വിപിൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇവിടെ തുടർന്നുവെങ്കിൽ പോലീസ് സേനയിൽ നിന്ന് ആരാണ് സംരക്ഷിച്ചതെന്ന് അന്വേഷിക്കണം. സുഗതൻ കാപ്പക്കേസ് പ്രതിയാണെന്ന് സമൂഹത്തെയും മാധ്യമങ്ങളെയും നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങളുടെ അന്വേഷണം കഴിഞ്ഞ് ഞാൻ അടുത്ത ഘട്ടം ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്.
ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി ഡൽഹിയിലാണുള്ളത്. ഞാൻ ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് നാളെ ഉള്ള 1-2 പ്രോഗ്രാം 1-2 മീറ്റിങ്ങുകൾ അതും ക്യാൻസൽ ചെയ്ത് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. 3 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് പോയതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം. സുഗതൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം പോകുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു കൗൺസിലറുടെ വീട്ടിൽ കയറിയിട്ട് ഞാൻ മേയറായിരിക്കുമ്പോഴേക്ക് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ആ കൗൺസിലറുടെ വീട്ടിൽ കയറിയിട്ട് തോക്കെടുത്ത് 14 വയസ്സുള്ള മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ മുഖത്തേക്ക് തോക്ക് ചൂണ്ടുകയും ഭാര്യയെ മർദ്ദിക്കുകയും വെടിവെക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവിടെ തെളിവുണ്ടല്ലോ, അന്വേഷണം നടക്കട്ടെ. മാത്രമല്ല എന്താ പറഞ്ഞിരിക്കുന്നത് വിപിൻ, അവിടെ 150ഓളം ആൾക്കാർ കൂടി എന്നാണ് പറയുന്നത്. ആ പ്രദേശത്തൊക്കെ തന്നെ CCTV ഉണ്ട്. പോലീസ് അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ സുഗതൻ്റെ ജാമ്യാപേക്ഷ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അപേക്ഷ വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വെടിവെച്ചത്. ഇങ്ങനെ 14 വയസ്സുള്ള കുട്ടിക്ക് നേരെ പോലും തോക്ക് ചൂണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവും. ഞാൻ പറയാം, ഈ ക്രിമിനൽ മാനസികാവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥനാണ് വെടിവെച്ചത്. ഇദ്ദേഹമാണ് തോക്ക് ചൂണ്ടിയത്. അക്കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ശേഖരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ ഫോണിലൂടെ ശേഖരിച്ച് മാധ്യമ വാർത്തകളെ വിശ്വസിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് 6:30 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. എത്തിയിട്ട് നേരെ പോകുന്ന സുഗതന്റെ വീട്ടിലേക്കാണ്. പിണറായി വിജയന്റെ കീഴിൽ ആഭ്യന്തരത്തെക്കാൾ കൂടുതൽ പ്രശ്നമാണോ ചെന്നിത്തലയ്ക്ക് കീഴിൽ? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രിമിനൽ മാനസികാവസ്ഥയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് LDF ഗവൺമെന്റ് സമയത്തും ബഹുമാനപ്പെട്ട DGPയെ നേരിട്ട് ഞാൻ കണ്ടു. മേയർ നേരിട്ട് കണ്ടിട്ടാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതേ കാര്യങ്ങൾ മാത്രമാണ് ആവർത്തിക്കുന്നത്. ശക്തമായ നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരത്ത് പോയി ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിച്ച് അതിനുശേഷം ഞാൻ എയർപോർട്ടിൽ പോയതിനു ശേഷം നേരെ പോകുന്ന സുഗതന്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് സന്ദർശിച്ച് സുഗതന്റെ ഭാര്യ ആശുപത്രിയിലാണ്. അവരെയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം ബാക്കി പ്രതികരിക്കാം. അല്ല, ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവർക്ക് അതൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ എനിക്ക് ചിക്കൻ ബോക്സ് ആണ്. ആ ചിക്കൻ ബോക്സിൻ്റെ തുടക്കത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പായി ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു ജനപ്രതിനിധി ഇദ്ദേഹം ഇവിടെ ചോദിച്ചു, സുഗതൻ അവിടെ ഇല്ല എന്നൊക്കെ ഏതോ ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എൻ്റെ മുൻപിൽ മേയർ എന്നുള്ള നിലയ്ക്ക് സുഗതൻ ഒപ്പിട്ട പേപ്പറുകൾ എല്ലാ ദിവസവും എൻ്റെ മുമ്പിൽ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിൽ നിന്നും നിരവധി ആൾക്കാർ പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം ഡേറ്റ് വെച്ച് സൈൻ ചെയ്ത പേപ്പറുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ സാങ്ഷൻ ചെയ്യുന്നുണ്ട്. ആ വാർഡിൽ നിരവധി ഒരു കാര്യത്തിന് ഇതുവരെ മുടക്കം വന്നതായിട്ട് സുഗതൻ ജയിച്ചിട്ടുള്ള വാർഡിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുടക്കം വന്നതായിട്ട് ഒരു വ്യക്തിയും മേയർ എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൗൺസിലറുടെ അസാന്നിധ്യത്തിൽ ആ വാർഡിൽ എന്തെങ്കിലും കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേയർക്ക് നേരിട്ട് ആ വാർഡിൽ കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഒരു ടെലിഫോൺ കോൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എൻ്റെ വാർഡിൽ ഞാൻ പോകുന്ന സമയത്തേക്കാൾ കൂടുതൽ സുഗതൻ വാഴോട്ടണ വാർഡിൽ പോകുന്നുണ്ട്. ഈ സുഗതനെതിരായ കേസുകളെല്ലാം സെക്രട്ടേറിയറ്റ് മാർച്ചും കരിങ്കോടി വീശിയതും അതൊക്കെ ഉണ്ട്. മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും എല്ലാ കേസും എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ സേവിച്ചുകൊണ്ടിടക്കാം. താങ്കൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു നേതാവിന്, ഏതെങ്കിലും ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് സാധിക്കുമോ? എൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും പോലും എൻ്റെ കയ്യിലില്ല. അത് വക്കീൽ പറയുമ്പോഴേ അറിയില്ല. ഞാൻ പറയട്ടെ, പല കേസുകളിലും ഞാൻ അറിയാത്ത കേസുകളിൽ പ്രതിയാണ്. BJP ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും ജില്ലാ കമ്മിറ്റി നടത്തുന്ന എല്ലാ കേസിലും ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതി VV രാജേഷാണ്. ചില കേസ് സമരത്തിൽ ഞാൻ പോയിട്ട് പോലുമില്ല. സമൻസ് വരുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ സുഗതൻ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ എവിടെ കൊടി ഉയർത്തിയിട്ട് ഒരു ചെറിയ ധർണ നടത്തിയാൽ സുഗതൻ ഏതെങ്കിലും ഒരു പ്രതിയായിരിക്കും. അതൊക്കെ ഇപ്പം നമുക്കറിയാം. ചോദിച്ചത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളാണ് എന്ന്. ഈ മറ്റേ കേസുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കേസാണല്ലോ. VV രാജേഷിന്റെ കേസ് എന്താണെന്ന് നമുക്കറിയാം. ചോദിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് മേയർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കൊലക്കേസിൽ ഒരാൾ പ്രതിയായാൽ അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നോ അല്ലെന്നോ അങ്ങയുടെ വ്യാഖ്യാനം. സിമ്പിൾ. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നതാണോ എൻ്റെ രീതി? അതിൽ ചോദിച്ചാൽ ഞാൻ തിരിച്ച് അതിനോട് ചോദിക്കുന്നു, കൊലക്കേസിൽ ഒരു വ്യക്തി പ്രതിയായാൽ അത് ക്രിമിനൽ സംഭവമാണോ അല്ലയോ? അതിൽ മറുപടി പറയാം. എന്നിട്ട് ഞാൻ പറയാം. മൈക്കോണെ അതിൽ അങ്ങോട്ട് പിടിച്ചു പറയണം. സിമ്പിൾ. അല്ലല്ല, ഇതിന് ചോദ്യത്തിന് ഉത്തരം ചാലൂടെ അല്ലെ നമുക്ക് വൈകുന്നേരം. എന്റെ ചോദ്യം ഇതാണ്, ക്രിമിനൽ എന്റെ ചോദ്യം തിരിച്ചാണ്. ഇല്ല, ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല. കോടതിയിൽ സുഗതനെതിരെയുള്ള എല്ലാ കേസുകളും തള്ളിപ്പോവും. മറ്റൊന്ന്, ഞാൻ ചോദിച്ചാൽ അങ്ങുത്തരം പറഞ്ഞില്ല. ഞാൻ പറയുന്ന കേൾക്കൂ. കോടതി പ്രൂവ് ചെയ്യണം. കോടതി പ്രൂവ് ചെയ്യുന്നത് വരെ ഇപ്പം എനിക്കെതിരെയും അതേ കേസുകളൊക്കെ ഉണ്ട്. അതിൽ പല ഏതൊക്കെ സെക്ഷനാണെന്ന് എനിക്കറിയില്ല. കോടതി പ്രൂവ് ചെയ്യുന്നത് വരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കില്ല. കോടതി പ്രൂവ് ചെയ്യണം. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിച്ചല്ലോ, കൊലക്കേസിൽ ഒരു വ്യക്തി പ്രതിയായി കഴിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് പറയൂ, ഇല്ലെന്ന് പറയൂ?
ഒന്നിലേറെ കേസുകൾ പ്രതിയാണെന്നുണ്ടെന്ന് ഞാൻ പറയട്ടെ, അതിലെന്ത് പറയും? ഒന്നും പറയില്ല. അപ്പൊ ഞാൻ ഉത്തരം പറയായിരുന്ന അത് പ്രശ്നമാണ്, അതിൽ പറയായിരുന്ന പ്രശ്നമില്ല. അല്ല അല്ല, ഞാൻ പറഞ്ഞല്ലോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ പറയട്ടെ, ഞാൻ അതുകൊണ്ടല്ലേ ഉത്തരം പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു ഇല്ലേ, ഞാൻ പറയട്ടെ ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറയരുതേ. അത് ജനാധിപത്യ ഭൂഷണമാണോ? നിങ്ങൾക്ക് പറയാതിരിക്കാം. അല്ലല്ല, ഞാൻ ചോദിച്ചുകൊണ്ട് ഇനി ഞാനും അറിയാൻ വേണ്ടി നിങ്ങൾ ആര് നിയമം അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. ഞാൻ പറയട്ടെ, പ്രതിയാണ് സുഹൃത്തെ, ഞാൻ പ്രതിയാണ്. ഞാൻ പറയാലോ, മാധ്യമ പ്രവർത്തകൻ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനെ വി മുരളീധരൻജി സംസ്ഥാന BJP പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും പാളയം LMS കോമ്പൗണ്ടിൽ വെച്ച് മർദ്ദിച്ചു. അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനന്ന് LMS കോമ്പൗണ്ടിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ വന്നിരുന്ന ആളാണ്. നമ്മളൊക്കെ കൂടി വൈകുന്നേരം അവിടെ റോഡ് ഉപരോധിച്ചു. ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ആ കേസിൽ പ്രതിയാണ്. നിങ്ങൾക്കെതിരെ ഇട്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ, താങ്കളൊന്നും മാധ്യമ പ്രവർത്തകരിൽ എത്തിയില്ല. അന്ന് മുതിർന്ന, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞില്ല, അവരൊക്കെ റോഡിലുണ്ടായിരുന്നു. നിങ്ങൾക്കെതിരെ സീരിയസ് ഒഫൻസാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ക്രിമിനൽസ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? കോടതി സുഗതനെ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ കോടതി കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കട്ടെ, അപ്പലേറ്റ് കോടതി ശിക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് വിധി എഴുതാം. കൊലക്കേസ് പ്രതികളായിരുന്നവർ കേരളം ഭരിച്ചിട്ടില്ലേ? ഇല്ലെന്ന് പറയാമോ? ഇതിൽ പോലീസ് വള്ളക്കടവ് ഉത്സവത്തിൽ വെച്ച് ഈ CPM വെള്ളക്കടവ് ഇവിടെ വെച്ചിട്ട് ഈ CPM അനുഭാവിയായ ഒരു വ്യക്തിയെ ഈ കൗൺസിലർ മർദ്ദിച്ചിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും അറിവുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഒരു കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെയൊന്നും അറിവില്ല. എനിക്കങ്ങനെ അറിവില്ല. താങ്കൾ പറഞ്ഞു ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മുൻ സർക്കാർ സംരക്ഷിച്ചു. താങ്കൾ DGPക്ക് അടക്കം പരാതി നൽകിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ മാറി പുതിയ സർക്കാർ വന്നു. ഈ പുതിയ സർക്കാരും സംരക്ഷിക്കുന്നത് കൊണ്ടാണോ ആ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടുന്ന് മാറ്റാൻ? ഞാൻ നേരിട്ട് സർക്കാർ സംരക്ഷിക്കുന്നു. ഞാൻ DGPയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നേരിട്ട് തിരുവനന്തപുരത്തെത്തി ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് കൂടുതൽ പ്രതികരിക്കും. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാറ്റാത്തത് നമുക്ക് രാത്രി വീണ്ടും കാണാം. ഇപ്പോഴത്തെ ഞാൻ തിരുവനന്തപുരത്ത് പോയി അവിടുത്തെ BJP ജില്ലാ ജില്ലാ ഘടകവുമായും കൗൺസിൽ പാർട്ടി ലീഡറുമായൊക്കെ ഇന്ന് വൈകുന്നേരം നേരിട്ട് സംസാരിക്കട്ടെ. സുഗതന്റെ വീട്ടിൽ പോകട്ടെ, ഭാര്യയും കുട്ടികളെയൊക്കെ ആശുപത്രിയിൽ കാണട്ടെ. അതിനുശേഷം നമുക്ക് രാത്രി വീണ്ടും കാണാം. പുതിയൊരു സർക്കാർ പിരിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പോലീസ് നടപടിയിൽ താങ്കൾ ആ സർക്കാരിനെ കുറിച്ച് എല്ലാ മുൻ സർക്കാരിന്റെ പ്രശ്നം എന്നാണ് അല്ല, ഞാൻ പറയാലോ, ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് BJP കോൺഗ്രസിന് സംരക്ഷണം നൽകിയാണ്. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എൻ്റെയായിട്ട് നമ്മൾ ആക്ഷേപിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് നിരന്തരം ബന്ധത്തിലുണ്ട്. അതിന് മുകളിലുള്ള ADGPമാർ ബന്ധത്തിലുണ്ട്, DGPയുമായുമുണ്ട്. 2 പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് സുഹൃത്തെ, 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴേക്കും ദയവ് ചെയ്ത് കേരളത്തിലെ എൻ്റെയർ സിസ്റ്റത്തെക്കുറിച്ച് പറയരുത്. എൻ്റെ സംവിധാനത്തെ അധിക്ഷേപിച്ച് പറയരുത്. ഒരു സിസ്റ്റം ഞാൻ പറയട്ടെ, ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നേരത്തെ തന്നെ ഞങ്ങൾ പറയുന്നത്. കൂടുതൽ പരിശോധന ചെയ്യാൻ ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും എനിക്ക് കൃത്യമായിട്ട് വസ്തുതകൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് എത്തട്ടെ. നിങ്ങൾ ഇത്രയും ദൂരെ നിന്നിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും ഉത്തരം കിട്ടും. നിങ്ങൾക്ക് സമാനപ്പെടാം. അവിടെ മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ. നിയമപരമായും രാഷ്ട്രീയപരമായും സുഗതനെ പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നിയമപരമായിട്ട് രാഷ്ട്രീയമായും പിന്തുണയ്ക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് കൃത്യമായിട്ട് നിർവഹിക്കും.